ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു ഹെർബൽ ടീ ആണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് കൊളസ്ട്രോൾ കൂടിയിട്ട് ശരീരത്തിലെ വേദനയും അസ്വസ്ഥതയും ഒക്കെ നീർക്കെട്ടും ഒക്കെ ആയിരിക്കുന്നവർക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. PCOD ഉള്ളവർക്ക് അതൊക്കെ കുറയ്ക്കാനായിട്ടും അവർക്ക് അതുമൂലം തന്നെ അമിതവണ്ണം ഉണ്ടാവാറുണ്ട്. അതും എല്ലാം കൺട്രോൾ ചെയ്യാൻ, പിമ്പിൾസ് അതുപോലെ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ, അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത്, ഇതിനെല്ലാത്തിനും നല്ലൊരു പ്രതിവിധിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പീരീഡ്സൊക്കെ കറക്റ്റ് ആവാനായിട്ടും ഈ PCOD PCOSകാർക്ക് ഈ ഡ്രിങ്ക് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഹെർബൽ വെയിറ്റ് ലോസ് ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അത് ഉപയോഗിക്കേണ്ട രീതിയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. 5 ഇതൾ ചെമ്പരത്തിയുടെ ഇലകളാണ് നമ്മുടെ ഈ വെയിറ്റ് ലോസ് ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇല എടുക്കുമ്പോൾ പൂവിനോട് ചേർന്നിട്ടുള്ള അധികം മൂപ്പില്ലാത്ത ഇല വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒരു 3-4 ഇലയാണ് നമുക്ക് ഈ ഒരു റെമഡിക്കായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അത് നമ്മൾ പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി തന്നെ എടുക്കണം കേട്ടോ, കാരണം അതിൽ പൊടിയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 3 ഗ്ലാസ് വെള്ളം നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് നമ്മൾ ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും അടുക്കളയിലുള്ള ഒന്നാണ് ഇഞ്ചി കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ്. 1 സ്പൂൺ ഇഞ്ചി ചതച്ചതാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കഴുകിയെടുത്ത ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ചെമ്പരത്തി ഇലകൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെറിയ കഷ്ണം കറുവാപ്പട്ടയാണ് വേണ്ടത്. ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ അകറ്റാൻ, നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ കറുവാപ്പട്ട. ഇത് പ്രമേഹമുള്ളവർക്കും വളരെ നല്ലതാണ് കേട്ടോ. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് കറുവാപ്പട്ടയ്ക്ക് പ്രത്യേക ഗുണമുണ്ട്. ഇത് നന്നായിട്ട് കുറച്ച് സമയം തിളപ്പിക്കണം കേട്ടോ. നമ്മളിട്ട ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ സത്ത് നന്നായിട്ട് ഇളകി വെള്ളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. BP മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ BP കുറയാനായിട്ട് സാധ്യതയുള്ളതാണ് നമ്മുടെ ഇഞ്ചി എന്നറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചിയുടെ അളവ് വളരെ കുറച്ച് വേണം ചേർക്കാനായിട്ട്. അക്കാര്യം അവരവരുടെ അവസ്ഥ അനുസരിച്ച് ഒന്ന് ക്രമീകരിക്കാൻ കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ടോട്ടൽ ഇത് നമ്മൾ അടുപ്പത്ത് വെക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റാണ് കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഈ പ്രകൃതിദത്ത വെയിറ്റ് ലോസ് ഡ്രിങ്ക് നമ്മുടെ ശരീരത്തിലെ വീക്കവും നീരും അസ്വസ്ഥതയും ഒക്കെ ശമിപ്പിക്കാൻ കഴിയുന്ന ഒരു ഒറ്റമൂലിയാണ്. ഇത് നമ്മൾ എപ്പോഴാണ് കഴിക്കേണ്ടത് എന്ന് പറയാം. ഇത് നമ്മൾ ഇളം ചൂടോടുകൂടി കഴിക്കുന്നതാണ് നമുക്ക് നല്ലത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കുടിക്കാനും ഒക്കെ ഒരു നല്ലൊരു സുഖമാണ് ഇത് കുടിക്കാനായിട്ട്. ഇപ്പോൾ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ കറുവാപ്പട്ടയും എല്ലാം കൂടി ചേർന്നിട്ട് ആ ഇലയുടെ അങ്ങനത്തെ ഒരു മോശം ടേസ്റ്റ് ഒന്നും ഇല്ല. ഇതിന് നല്ല ടേസ്റ്റ് തന്നെയാണ് കുടിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ തേനൊക്കെ ചേർക്കാം കേട്ടോ, ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഡയബറ്റിക് ഉള്ളവരൊരിക്കലും തേനൊന്നും ചേർക്കാൻ പാടില്ല. ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുമ്പായിട്ട് കുടിക്കുക. അതാണ് കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് നല്ലത്. നിങ്ങളിത് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് 2 ആഴ്ച ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക, അതും നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തുമാത്രം വ്യത്യാസങ്ങളുണ്ട്, പീരീഡ്സൊക്കെ നോർമൽ ആയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. PCOD അതുപോലെ മുഖത്തെ രോമ വളർച്ച, മുഖക്കുരു, ഇതിനെല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ കൺട്രോൾ കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ചിലവ് കുറഞ്ഞ അല്ലെങ്കിൽ ചിലവൊന്നും തന്നെ ഇല്ലാത്തൊരു റെമഡിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാണ്. ഒരുപാട് പേർക്കുള്ള പ്രോബ്ലംസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് അവർക്കുള്ളൊരു ചെറിയൊരു സൊല്യൂഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.